ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. വാരിടുക ഇവിടെ അല്ലതാ. നല്ല കടലേരുന്ന വേണ്ടിയൊരു ചാരിട്ടൊക്കെ നല്ല കടലിരുന്ന കുട്ടികളിത് വല വെച്ച് കോരിയെടുക്കണം. ആയതുകൊണ്ടിട്ട് കടലിൽ നിന്ന് കടലിൻ്റെ ശക്തി കൊണ്ടിട്ട് മണ്ണിൽ നിന്ന് ഇളകി വരുന്നതാണ് കടലിരുന്നത്. ഇഷ്ടം പോലെ കടലിരുന്നുണ്ട് ഇവിടെ. കുട്ടികൾ കയ്യേട്ട് വരെ വാരിയെടുക്കുന്നു കടലിരുന്ന്. ഇത് വാരിയിട്ട് ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ടിട്ട് തമിഴ്നാട്ടിലേക്കും മറ്റും കയറ്റിയേക്കാൻ പറ്റും. നീട്ടി വെക്കാനൊക്കെ കേൾക്കുമ്പോൾ അതിന് വളത്തിന് വേണ്ടി കുമ്മാറ്റി ചേർക്കാൻ ഇത് നല്ല വിലയാണ്. അപ്പോൾ അത് ഇതിൻ്റെ തോട് മാത്രമാണ്. പക്ഷെ ഇത് ഇതിൻ്റെ തോടല്ല, ഇതിൻ്റെ അകത്ത് ഇറച്ചിയുള്ള എരുന്ത് അടക്കമാണ് വരുന്നത്. ഇത് ഈ എരുന്ത് ഇറച്ചിയുണ്ട് ഇപ്പോൾ നമുക്ക് ഭക്ഷ്യയോഗ്യമായ സാധനമാണ്. ഇത് പറിച്ചെടുത്തിട്ട് ആളുകൾ കറച്ചിയൊക്കെ കൊണ്ടുപോകും. ഇതിൻ്റെ തോടാണ് ഈ കയറ്റി അയക്കണത്, ഇവിടുന്ന് വിൽപ്പനയായിട്ട് പോണത്. ഇതൊരു സ്മെല് ബാക്കിൽ ഇതിപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ പെറുക്കിയെടുക്കാണ്. ഇറക്കി കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഇത്തള്, അതായത് ഇതിൻ്റെ തോട്, അത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും. ഇവിടെ ഉള്ളവർക്ക് ഇതിന് ഇത്തള് കിട്ടിയാൽ മതി, അതിൻ്റെ ഇറച്ചി ആവശ്യമില്ല. ഒരിക്കൽ ആ ഇറച്ചി എടുത്തിട്ട് അതിൻ്റെ ആ ഇത്തള് മാത്രം ഇങ്ങോട്ട് കിട്ടിയാൽ മതി. അത് ഇവിടെ ഉള്ള സ്ത്രീകൾ, കുറേ ആളുകളുടെ ജീവിതമാർഗ്ഗമാണ്. ഇതിൻ്റെ ഇത്തള് വിറ്റിട്ട് തമിഴ്നാട്ടിലേക്ക് അവിടേക്കൊക്കെ അളവെടുത്തിട്ട് ആളുകൾ വാങ്ങാൻ വരും ഇത് ഇഷ്ടം പോലെ. അപ്പോൾ അവർക്ക് ഈ എരുന്ത് ആവശ്യമില്ല, അവർക്ക് അതിൻ്റെ ഇത്തളാണ് ആവശ്യം. അവർ ഇത് ഇവിടെ ഇട്ടിട്ട് ഇത് ചത്തുപോകും. 2-3 ദിവസം കഴിയുമ്പോൾ ഇത് വായ പൊളക്കും. വായ പൊളന്നു കഴിഞ്ഞാൽ അത് വരെ അളന്ന് കൊടുക്കാനാണ് പതിവ് സാധാരണ. ചെറിയ പിള്ളേർ വരെ വാരി കൊണ്ടുണ്ട്. അപ്പോൾ ഇവിടെ കടൽക്ഷോഭമാണ്. ആരും ജോലിക്കൊന്നും പോയിട്ടില്ല കടൽക്ഷോഭ ആയതുകൊണ്ടിട്ട്. അപ്പം കറി വെക്കാൻ എല്ലാവരും ഇന്ന് എരുന്ത പെറുക്കിയെടുക്കാണ് ചെയ്യുന്നത്. ഈ എരുന്ത പെറുക്കിയെടുത്തിട്ട് ഇതിൻ്റെ തോട് മറ്റേ ഇവർക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്താൽ മതി, ഇറച്ചി മാത്രം എടുത്തിട്ട്. അത് ആർക്ക് വേണമെങ്കിലും തരും, പക്ഷേ ഇവർക്ക് അതിൻ്റെ തോടാണ് ആവശ്യം. ഇത്തളെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തോടാണ്. അതായത് ഇറച്ചി പോയി കഴിഞ്ഞാൽ കിട്ടണ തോട്. ഇവിടെ അതിന് ഇത്തളെന്നാണ് പറയുന്നത്. തോടിന് ഇഷ്ടം പോലെ സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല അടിപൊളിയായിരുന്നു, ഫ്രഷ് സാധനം, നല്ല കടലായിരുന്നു, ഫുള്ള് ഇറച്ചിയാണ്. ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാട്ടിത്തരാം നിങ്ങൾക്ക്. നോക്കിയൊക്കെ കാണാൻ നോക്കിയാൽ നേരെ പൊടി. ഇതുണ്ട്, നല്ല ഫുള്ള് ഇറച്ചിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട.